ബസ് വരുന്നത് കണ്ട് ബൈക്കുകാരൻ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് കയറ്റി ഓടിക്കുകയാണ്. ആ ബൈക്ക് വരയുടെ ആ വെള്ള വരയുടെ അപ്പുറത്തേക്ക് ഈ ബൈക്കുകാരനെ തട്ടിയിടുകയും അദ്ദേഹത്തിന്റെ തോന്നുന്നു ആളുണ്ടായിരുന്നു. ഈ ബസ്സുകാരൻ ചാടി ഇറങ്ങി എഴുന്നേൽപ്പിച്ച് അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ആ ബസ്സിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ദേഹോപദ്രവിപ്പിക്കുകയാണ്. അദ്ദേഹം അടിക്കുന്നുണ്ട് ഡ്രൈവറെ. ഇതൊന്നുമല്ല കാര്യം, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, പക്ഷെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഈ ഡ്രൈവർ ഇതിലെ ഇറങ്ങിപ്പോയിട്ട് അതിലേ കയറി വന്നിരിക്കുകയാണ്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മലയാളിയല്ല, ബംഗാളിയാണ്, ഹിന്ദിക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളികളെല്ലാം നോക്കി നിൽക്കുകയാണ്. ഒന്ന് പിടിച്ചു മാറ്റി പോലും ചെയ്തില്ല കേട്ടോ ബസ്സിന്റെ സൈഡ്. ഇവിടുന്ന് ബൈക്ക് ഓപ്പോസിറ്റ് നിർത്തിയിട്ട് ഒരുത്തം പോയി പറഞ്ഞ് ഈ ബസ്സുകാരനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതായി നടന്നു വരുന്ന അപ്പാപ്പനാണ്, അദ്ദേഹമാണ് ആ വണ്ടി ഓടിച്ചത്. കൂടെയുള്ള പയ്യനാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ നടന്നു വരും ഒരുത്തൻ, അവനാണ് വന്നിട്ട് അദ്ദേഹത്തിന് കാല് മുറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാതെ ഈ നടന്നു വരുന്നവൻ ആ ബസ്സുകാരനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് കേട്ടോ. എന്നാൽ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഒന്നും ചെയ്തില്ല. ഈ കാറുകാരനും വന്ന് ചോദിക്കുകയാണ് എന്താ പറ്റിയത്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണോ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അദ്ദേഹം അതിനൊന്നും മറുപടി പറയുന്നില്ല. എനിക്കുണ്ടായ വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത്രയും പ്രായമുള്ള ഒരാള് കയറി ബസ്സിന് മുന്നിലേക്ക് കയറി സൈഡ് കൊടുക്കാതെ ഓടിച്ചെങ്കിൽ പോലും തട്ടി വീണ നമ്മുടെ മലയാളി ഡ്രൈവർമാർ അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ച് അടിക്കില്ല. പക്ഷെ ഇവൻ ഇത്രയും തോന്നിവാസം ചെയ്തിട്ട് അവന് ഒന്നും പറയാതെ ബസ്സുകാരന് അവരുടെ സമയം പോകുന്നെന്ന് പറഞ്ഞ് പറഞ്ഞു. വളരെ നോക്കിയാണ് അദ്ദേഹം ആ വണ്ടി എടുക്കുന്നത്. പണിക്കാരനാണ് കൂടെയുള്ള, അദ്ദേഹമായിട്ട് പയ്യനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം പോയി പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസുകാർ ഇവിടെ വന്ന് ഞങ്ങളുടെയൊക്കെ മൊഴി എടുത്തു കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുത്തത് നടന്നതിന് ശേഷമാണ് കേട്ടോ. പോകുന്നു പാവം.